ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലേ എരിതീലും വാഴ്ത്തുമേ. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലേ ത്യാഗം ഓർത്താൽ എരിതീലും വാഴ്ത്തുമേ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നൊരു വാക്ക് കാണുന്ന വിശ്വാസം. വിശ്വാസം കാണാൻ പറ്റും. എങ്ങനെ? നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ. ഹല്ലേലൂയ. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിനകത്ത് കയറാൻ സ്ഥലമില്ലാഞ്ഞിട്ട് മേൽക്കൂര പൊളിച്ച് യേശു ഇരിക്കുന്നിടത്ത് ഇറക്കി. അത് കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണ് വിശ്വാസം കണ്ടു. ആമേൻ. വിശ്വാസം കാണാവുന്ന നിലയിൽ വെളിപ്പെട്ടു വരട്ടെ. പ്രവർത്തിക്കുന്ന വിശ്വാസം, കാണുന്ന വിശ്വാസം, പറയുന്ന വിശ്വാസം. അല്ലല്ലേ? വിശ്വാസത്തിന്റെ പല അനുഭവങ്ങൾ. വിശ്വാസം പറയാനുണ്ട്, വിശ്വാസം പ്രവർത്തിക്കാനുണ്ട്, വിശ്വാസം കാണാനുണ്ട്. ഈ 4 പേർ കാണിച്ച ആ വിശ്വാസം കർത്താവ് അത് കണ്ടു. ആ മകൻ സൗഖ്യമായി. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ചിലർ കാണട്ടെ. നിങ്ങളുടെ വിശ്വാസം അകത്ത് വെച്ചോണ്ടിരിക്കാതെ കാണിക്കുക. നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് ചെല്ലുമ്പോൾ ചില രോഗികളെ വിളിച്ചോണ്ട് പോകും. നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ ചില തകർന്നവരെ കൂട്ടിക്കൊണ്ടു പോകും. കടക്കാരെ വിളിച്ചോണ്ട് പോകും. പറ, ഇന്ന് ദൈവം വിടുവിക്കും, ഇന്ന് ദൈവം വിടുവിക്കും. പാസ്റ്റർക്ക് വലിയ കൃപാവരങ്ങളോ അത്ഭുത രോഗശാന്തി ശുശ്രൂഷയോ ഒന്നുമില്ലെന്ന് ആയിരിക്കാം പൊതുവിൽ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ വിശ്വാസത്താൽ അവരെ കൊണ്ടുപോകും. ആ ദൈവ മനുഷ്യനിലൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ
കൂട്ടായ്മയിലേക്ക് ചെല്ല്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പാസ്റ്റർ സാധാരണ ഒരു പ്രവാചകൻ പോലും അല്ലാത്തൊരു പാസ്റ്റർ ആണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. എനിക്ക് ഈ വചനം ഒത്തിരി സന്തോഷമെന്ന്. കാണുന്ന വിശ്വാസം. കർത്താവരുടെ വിശ്വാസം കണ്ടു. നിനക്ക് വേണ്ടി മറ്റുള്ളൊരു വ്യക്തി വിശ്വസിച്ചാലും അത്ഭുതം നടക്കും. നിനക്ക് വേണ്ടി നീ വിശ്വസിച്ചാലും നിനക്ക് വേണ്ടി മറ്റൊരു വ്യക്തി വിശ്വസിച്ചാലും അത്ഭുതം നടക്കും. അങ്ങനെയാണെങ്കിൽ തകർന്നു കിടക്കുന്നവർക്ക് വിശ്വാസമില്ലെങ്കിലും നീ അവരെ വിടുവിക്കുവാൻ ഒന്ന് വിശ്വസിക്കും. ധൈര്യത്തോടെ പറ, അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ജീവിതത്തിൽ കടന്നുപോയ തീച്ചുളകളുടെ നടുവിൽ വിശ്വാസം കെട്ടുപോയ ഒത്തിരി പേരുണ്ടാകാം. പക്ഷെ നീ വിശ്വാസത്താൽ അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാം. ആമേൻ. പക്ഷപാതക്കാരന്റെ വിശ്വാസമല്ല കണ്ടത്, പക്ഷപാതക്കാരന്റെ പാപമാണ് കർത്താവ് കണ്ടത്. പക്ഷപാതക്കാരന്റെ പാപവും കൊണ്ടുവന്നവരുടെ വിശ്വാസവും ദൈവം കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? പാപക്ഷമയും കിട്ടി, അത്ഭുതവും നടന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് വിടുതൽ, പാപക്ഷമ, അത്ഭുത രോഗശാന്തി. ജനം അവിടുന്ന് പോകുമ്പോൾ പറയുന്നത് അപൂർവ കാര്യങ്ങൾ കണ്ടു. ആമേൻ. സാധാരണമായ ചില കാര്യങ്ങൾ നീ കാണാൻ പോകും. പരിശുദ്ധാത്മാവ് പറയുന്നു, കാണുന്ന വിശ്വാസം. ആമേൻ. In the name of Jesus. ദൈവമേ, നിന്റെ വിശ്വാസം ജനം കാണട്ടെ. ആമേൻ. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയായിരിക്കാം, സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായിരിക്കാം. എന്നാലും നീ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. അടഞ്ഞ കല്ലറകളും മരിച്ച ശവവും മുദ്ര ചെയ്യപ്പെട്ട കല്ലും ഒക്കെ മുൻപിലുണ്ടെങ്കിലും ധൈര്യത്തോടെ നീ മുൻപോട്ട് പോവുക. മറിയേ, നീ ചില അത്ഭുതങ്ങൾ കാണും. നിന്റെ മുമ്പിലുള്ള അസാധ്യതകളെ പറഞ്ഞ് 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 ഒരു നെഗറ്റീവ് അന്തരീക്ഷം നീ ഉണ്ടാക്കാതെ, നീ കേട്ട വിശ്വാസവും നീ കേട്ട വചനവും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു വിശ്വാസത്തിന്റെ അറ്റ്മോസ്ഫിയർ, ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. വിശ്വാസം ചലിക്കട്ടെ. കാണുന്ന വിശ്വാസം. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ചിലർക്ക് വേണ്ടി നീ വിശ്വസിക്കുക. ചിലരെ എടുത്തോണ്ട് വാ. ചിലർക്ക് വേണ്ടി ചില ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, റിസ്ക് എടുക്കുക. ചിലരെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ചിലത് നഷ്ടങ്ങൾ സംഭവിക്കട്ടെ. അത് ഒരു അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ഈ വചനപ്രകാരം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പൈന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. കർത്താവ് എൻ്റെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തിയിൽ കർത്താവ് അത്ഭുതകരമായ പ്രവൃത്തികൾ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ചില അപൂർവ കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ആശ്ചര്യകരമായ കാര്യങ്ങൾ ഈ മക്കളിൽ കർത്താവെ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തിയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാണുന്ന വിശ്വാസം ഞങ്ങളിൽ വെളിപ്പെടട്ടെ. മറ്റുള്ളവർ കാണുന്ന വിശ്വാസം ഞങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണമായ ചില ദൈവപ്രവൃത്തികൾ കൊണ്ട് ഇവിടെ നിറയുന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവേ, അങ്ങ് ചിലരുടെ വിശ്വാസം കാണണം, അങ്ങ് ചിലരുടെ പാപങ്ങൾ കാണണം, അങ്ങ് ചിലരുടെ തകർച്ചകൾ കാണണം. അങ്ങ് എന്തെങ്കിലും കണ്ടെങ്കിൽ ഇതൊരു പരിഹാരമാണല്ലോ കർത്താവേ. ഈ മക്കളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചിലത് കാണട്ടെ കർത്താവേ. അങ്ങനെ ചില അതിശയങ്ങൾ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരെ ഒരു ആശ്ചര്യ വിഷയമാക്കുന്നതിനായി നന്ദി. തളർന്നുപോയ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. തളർന്നുപോയ ചിലതിനെ കർത്താവ് കൈപിടിച്ച് പൊക്കുന്നതിനായി സ്തോത്രം. അവർ കിടക്കുകയല്ല, ഇനി നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പറയുന്നു, ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ
ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.